നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ പ്രകടിപ്പിക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. ചിലർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതായത് ഗവൺമെൻറ്റിന് എതിരെയുള്ള കാര്യങ്ങളാണെങ്കിൽ ചിലർ വളരെ അന്തസ്സായിട്ട് അങ്ങ് മാറി നിൽക്കും. വലിയ വലിയ ആൾക്കാർ അവരൊന്നും മിണ്ടത്തില്ല, വഴക്കത്തില്ല. കാരണം ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ അവർക്കത് പ്രശ്നമാണ്, അവർക്ക് കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് കിട്ടുകയില്ല എന്നുള്ള ഒരു ഇടപാടുണ്ട്. മാത്രമല്ല അവരുടെ രാഷ്ട്രീയ ചായ്വും പലപ്പോഴും വ്യക്തമാണ്. പലരും അങ്ങനെ പറയാറില്ല. ഇപ്പോൾ ഇത് പക്ഷേ ധൈര്യപൂർവ്വം ഇത് പറയാൻ വരുന്നവരെയോ മുമ്പോട്ട് വരുമ്പോൾ അവരെ ആക്രമിക്കാനായിട്ട് കുറേ വൃത്തികെട്ടവന്മാരുണ്ട് ഈ രാജ്യത്ത്. അങ്ങനെയുണ്ട്. കാരണം അവർ സ്വന്തമായിട്ട് അവരുടെ അഭിപ്രായം വിളിച്ചു പറയുന്നു, സമൂഹം ആ അഭിപ്രായം ശ്രദ്ധിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്താ, അതിനെക്കുറിച്ച് പറയാൻ, അതായത് അതിനെ പറയുന്നതിനെതിരെ പ്രതികരിക്കാനും അവരെ ആക്രമിക്കാനും നടക്കുന്നവന്മാരുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കുറേ പേര്, അതായത് ഈ മലയാള സിനിമ എന്നാണെന്നെങ്കിൽ നല്ലൊരു നടന, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ടോവിനോ തോമസ്. ടോവിനോ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു, വിദ്യാർത്ഥികളുടെ. അപ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതോടുകൂടി ശരി, ടോവിനോ തോമസ് വലിയ കുഴപ്പക്കാരനാണ്. ടോവിനോ തോമസിൻ്റെ വീട്ടിലേക്ക് അങ്ങ് മാർച്ച് നടത്തുകയാണ്. ആരാ? ABVP, BJP. വല്ല എന്തെങ്കിലും ബോധമുള്ളവന്മാരാണോ ഇതൊരു അഭിപ്രായം പറഞ്ഞിട്ട്? ഇവന്മാർക്കൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ എന്താ, ഇവിടെ കോൺഗ്രസ് ഓഫീസുകളിലേക്കും ഒക്കെ നമ്മളൊരു ധർണ നടത്തുന്നതാണ്ടല്ലോ ഇവർ മാർച്ച്. എന്തിനാ മാർച്ച് നടത്തിയ BJP നടത്തിയത്? അവിടെ പ്രധാനമന്ത്രിയുടെ വീട്ടിൻ്റെ മുമ്പിൽ ഇവർ പോയി അവരവിടെ ചെന്ന് വേറെ ഒന്നും ചെയ്തില്ലല്ലോ, അവിടെ ഇരുന്നല്ല ഉള്ളൂ. അവരവരുടെ ആവശ്യം പ്രകടിപ്പിക്കാനായിട്ട് രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ നേതാക്കളും അതുപോലെ തന്നെ എല്ലാ MP-മാരും കൂടെ പോയി അവിടെ ഇരുന്നു. അവിടെ ഇരുന്നതിന് എന്താ തെറ്റ്? അവർ വേറൊന്നും ചെയ്തില്ലല്ലോ, MP-മാരല്ലേ, അവരെ തിരഞ്ഞെടുത്ത് വിട്ടവരല്ലേ നമ്മളൊക്കെ. അവരവിടെ പോയി ഇരുന്നതിന് എന്താ കുഴപ്പം? അവരവിടെ ഇരുന്നു. അങ്ങനെ പ്രധാനമന്ത്രിയുടെ വീട്ടിൻ്റെ അടുത്ത് പോകാമെങ്കിൽ എല്ലാ കോൺഗ്രസ് ഓഫീസുകൾ, KPCC ഓഫീസിലും അവിടെ ഇവിടെയെല്ലാം ചെന്ന് കയറാം എന്നൊരു ധാരണയാണ് യഥാർത്ഥത്തിൽ BJPക്ക് ഉള്ളത്. എന്ത് വൃത്തികേടാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഞാൻ ഈ രാഷ്ട്രീയം ഒന്നും കലർത്തി പറയുന്നതല്ല. ഇത് അവരങ്ങനെ ചെയ്തതിന് ഇവിടെ ബാക്കിയുള്ള ആളുകളെ മെനക്കെടുത്തുക. എന്തുമാത്രം ബന്ധപ്പാടും നഷ്ടവും ആളുകൾക്ക് ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അവർ MP-മാർ അവിടെ പോയിരുന്നെങ്കിൽ അവരവിടെ ഇരുന്നിട്ട് അവരെ എഴുന്നേറ്റ് പൊക്കോളും. അതിന് യവന്മാർക്ക് എന്താണ് ഇവിടെ? അത് പൊക്കോട്ടെ. ഇനി അഭിപ്രായം പറഞ്ഞേക്കുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. കുറേ ആളുകളെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി പറഞ്ഞു, അത് യുവാക്കളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി, അത് നമ്മൾ നോക്കണം, അവരുടെ ആവശ്യങ്ങൾ ന്യായമായി അത് പരിഹരിക്കപ്പെടണം എന്നുള്ളത് പറഞ്ഞു. അത് പറഞ്ഞതിന് എന്താ തെറ്റ്? ഇനി അതിനെ മമ്മൂട്ടി ചീത്ത വിളിക്കുന്നവരുണ്ട്, അത് പറഞ്ഞതിന്. അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നുമില്ല. യവന്മാരെ ഇരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് പ്രശ്നമൊന്നുമല്ല. യവന്മാർ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയെ കണ്ടിട്ടാണ് ഈ തോന്നിവാസങ്ങളെല്ലാം വിളിച്ചു പറയുന്നത്. അപ്പോൾ പറയും, മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തില്ലേ? മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തത് ചുമ്മാ ഒന്നുമല്ല, വളരെ നല്ല അഭിനയം കാഴ്ചവെച്ചതിനാണ് മമ്മൂട്ടിക്ക് കൊടുത്തത്. അത് മമ്മൂട്ടി ഒഴിവാക്കാൻ ഒരു മാർഗ്ഗമില്ലാതെ വന്നതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് കൊടുത്തത്. അല്ലാതെ മമ്മൂട്ടിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇവർ അവാർഡ് കൊടുത്തത്. അതാദ്യം മനസ്സിലാക്കണം. എത്രയോ പ്രാവശ്യം മമ്മൂട്ടിക്ക് അവാർഡുകൾ കിട്ടാതെ പോയി പല സിനിമകളിലും, അത് നമുക്കറിയാമല്ലോ. ഇപ്പം അവാർഡ് കൊടുത്തേക്കുന്ന പല സിനിമകളുടെയും കാര്യം നോക്കിക്കോളൂ. ഇതിന് നിവൃത്തിയില്ലാതെ അവാർഡ് കൊടുത്തു. മറ്റ് സിനിമകളുടെ കാര്യം ഞാൻ പറയുന്നില്ല. അത് രാഷ്ട്രീയമായ കാഴ്ചപ്പാടുള്ള, അവരോട് ആവശ്യമുള്ള, അവർക്ക് അനുകൂലമായിട്ട്, കേന്ദ്ര ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് നിൽക്കുന്ന സിനിമകൾ എന്തൊക്കെയുണ്ടോ അതിനെയെല്ലാം പിടിച്ചിവിടെ കയറ്റും. അത് കൊള്ളാമോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല. പിന്നെ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്ന ഏതെങ്കിലും ഉണ്ടോ, അതും പിടിച്ചു കയറ്റും. മുസ്ലിങ്ങളെ ശല്യം ചെയ്യേണ്ടത് ഈ രീതിയിൽ, അതായത് ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുള്ളപ്പോഴാണ് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കുന്നത്. അതൊന്നും ഇവരൊന്നും വിട്ടുവീഴ്ചയൊന്നുമല്ല മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തത്. മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രമേയത്തിനകത്തുള്ള അഭിനയം ഉണ്ടല്ലോ, അതിൻ്റെ മേന്മയെ കവച്ചു വെക്കാൻ ഒരു നടനും വേറെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഇമേജ് നോക്കിയൊന്നുമല്ല എടുക്കുന്നത് ഈ പടങ്ങളൊക്കെ. അദ്ദേഹം നല്ല ഈ സോപ്പിട്ട് കുളിച്ച് വലിയ നല്ല ഉടയാത്ത ഉടുപ്പും ഇട്ടുകൊണ്ടും അല്ലെങ്കിൽ കോട്ടൺ സൂട്ടും ഇട്ടുകൊണ്ടൊന്നും വരുന്ന നായകനായിട്ടല്ല മമ്മൂട്ടി അതിൽ വന്നത്. അത് കാണണം. അത് ഏതിന് റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറാണ്, അദ്ദേഹം എടുത്തു. ഇനി അടുത്തത് അപ്പം ആലിയ ഭട്ട്
വളരെ അനുകൂലമായിട്ടാണ് ഈ സമരത്തിനോട് പ്രതികരിക്കുന്നത്. അത് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലിയ ഭട്ട്. ആ ധൈര്യം കാണിച്ചു. പിന്നെ മഞ്ജു വാര്യരും ഈ സമരത്തിന് വളരെ അനുകൂലമായിട്ടാണ് പ്രതികരിച്ചേക്കുന്നത്. ആ രീതിയിൽ അനുകൂലമായി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ വിസ്മയ മോഹൻലാലിൻ്റെ മകള്, ആ പെൺകുട്ടി ഇതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇതിനെ അതായത് ഈ സമരത്തിന് വേണ്ടി എല്ലാ സപ്പോർട്ടും പ്രഖ്യാപിച്ചു. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ തുടങ്ങി കാരണം ഒന്നും ഇടാൻ പാടില്ല. ആ പെൺകുട്ടി അതൊന്ന് ശബ്ദിച്ചു പോയി. ആ ശബ്ദത്തെ അടിച്ചമർത്തണം ഇവന്മാർക്ക്. അതിനെന്തുവാ, അതിനെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് അറ്റാക്കാണ്. അതിനെ പറഞ്ഞൂടെ, അഭിപ്രായം പറയാനുള്ള യോഗ്യതയില്ലേ? അത് ഇന്ത്യൻ പൗരയല്ലേ? ആ കുട്ടിക്ക് അതിൻ്റെ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന യാതനകൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ അവകാശമില്ലേ? അതിന് അങ്ങനെ പ്രതികരിച്ചതിന് അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരാൾ രംഗത്ത് വന്നു. മേജർ രവി എനിക്കിഷ്ടമുള്ള ആൾ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളെ തമ്മിൽ കണ്ടിട്ടുണ്ട്. വളരെ സ്നേഹമായിട്ട് ഇടപെട്ടിട്ടുള്ള ആളാണ് മേജർ രവി. 2-3 സിനിമകളുമൊക്കെ ചെയ്തിട്ടുമുണ്ട്. മേജർ രവി പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ച ആളാണ്, മേജറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് സിനിമ എടുത്തു. അതിന് മോഹൻലാലിൻ്റെ അതായത് വിസ്മയയ്ക്ക് രാഷ്ട്രീയ പരിജ്ഞാനമില്ലെന്ന് ഞാൻ ചോദിക്കട്ടെ, മേജർ രവിക്ക് എന്താ രാഷ്ട്രീയ പരിജ്ഞാനമുള്ളത്? എനിക്കൊരു സംശയമാണ്, എനിക്ക് അറിഞ്ഞൂടാ. അയാൾ രാഷ്ട്രീയം കളിച്ചുകൊണ്ടാണോ മിലിറ്ററിയിൽ ഇരുന്നത്? ഇനി അയാൾ രാഷ്ട്രീയം കളിക്കുന്നതാണോ നമ്മുടെ സിനിമയിലുള്ളത്? എന്നല്ല. അയാൾക്ക് BJPയോട് ഇഷ്ടമാണെങ്കിൽ ആയിക്കോട്ടെ, അത് ആഭിമുഖ്യം പുലർത്തിക്കോട്ടെ, ഒരു വിഷമവുമില്ല. പക്ഷേ ഈ പെൺകുട്ടി എന്തിനെ അയാൾ ഇതിനെ പേരെടുത്ത് പറഞ്ഞു അയാൾ ശല്യം ചെയ്യുന്നു? തെറ്റല്ലേ? അത് അഭിപ്രായം പറയാൻ അതിനകത്ത് എന്താ യോഗ്യതയില്ലേ? ആ പെൺകുട്ടി അതിൻ്റെ അഭിപ്രായം പ്രകടനം നടത്തി. അഭിപ്രായം പറയാൻ പാടില്ലേ? പെൺകുട്ടികളെ തെരുവിൽ ഉപദ്രവിക്കുന്ന നമ്മൾ കണ്ടു ഡൽഹിയിൽ. വെറുതെ അവിടെ ആ കേരള ഹൗസിൻ്റെ മുമ്പിൽ റോഡിൽ അനങ്ങാൻ നിന്ന ഒരു പെൺകുട്ടിയുടെ കരണത്ത് പോയി സന്ദീപ് ലാംബ എന്ന് പറയുന്ന അവിടുത്തെ DCP അവൻ പോയി അടിച്ചു, കരണത്തടിച്ചു ആ കുട്ടിയെ. അതിനുശേഷം അവൻ പോയി ട്രക്കിനകത്ത് വലിഞ്ഞു കയറി ഈ സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ അതിലുണ്ടായിരുന്ന അവരുടെ മുടി പിടിച്ച് വലിച്ചു. ഇവനെ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന ഇവൻ്റെ ജോലി. അങ്ങനെയുള്ളവനെയാണ് തെരുവിലേക്ക് ഇറക്കി വിട്ടേക്കുന്നത് സമരക്കാരെ നേരിടാൻ. ഏതായാലും ഇപ്പോൾ അവനെ അവിടെ നിന്ന് നീക്കി. എന്തോന്ന് നീക്കി? സർവീസിൽ നിന്ന് പറഞ്ഞേക്കണം അവനെ. ഒരു പെൺകുട്ടിയുടെ കരണത്തടിച്ചതിന് ആവശ്യമില്ലാതെ അത് അനങ്ങാൻ നിൽക്കുകയായിരുന്നു ആ സമയത്ത്. അന്നേരം പോയി എൻ്റെ കരണത്തടിക്കുന്നത്. അവനെ നോക്കിയപ്പോൾ നല്ല സൗകര്യം, പോലീസിൻ്റെ യൂണിഫോം ഉണ്ട്, പിന്നെ കേന്ദ്ര ഗവൺമെൻറ് അവൻ്റെ പോക്കറ്റിൽ ഇരിക്കുകയാണ്, അവനെന്തും ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇതിന് പ്രതികരിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ യവന്മാർക്ക് എന്തും ചെയ്യാം. ഏതായാലും അവനെ നീക്കി എന്ന് പറഞ്ഞു. ആ നീക്കി എങ്ങോട്ട് നീക്കി എന്നുള്ളത് എനിക്കറിയില്ല. നേഹ എന്ന് പറയുന്ന പെൺകുട്ടി, അതായത് ഇന്ത്യൻ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ദേശീയ പ്രസിഡൻ്റാണ്. നേഹ 23 ദിവസം നിരാഹാരം കിടന്ന പെൺകുട്ടിയാണ്. അതിൻ്റെ അനുഭവങ്ങൾ അത് പറയുന്നുണ്ട്. അതായത് ദ്വാരം വീണ മേളിലിട്ടേക്കുന്നത് ടാർപ്പാളിൻ, അത് വെയിലും അതെല്ലാം വെള്ളം എല്ലാം കിടക്കെ വീഴും. അവിടെ അതിന് ഒരു മാർഗമില്ല, അതിനെ ആശുപത്രിയിലാകുന്നത് വരെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ നിരാഹാരം കിടക്കുന്നിടത്തൊക്കെയാണ് യവന്മാർ കയറി മെയ്യുന്നത് പോലീസുകാർ. ആലോചിച്ച് നോക്കിക്കോളൂ, എന്ത് കഷ്ടമാണെന്ന് ആലോചിക്കുള്ളൂ. അതിനെ പിന്നെ അത് ഹോസ്പിറ്റലാക്കി. 23 ദിവസം കഴിഞ്ഞപ്പോൾ മരണാസന്നയായപ്പോൾ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമരം ന്യായമല്ലേ? ധർമ്മേന്ദ്ര പ്രധാൻ വെക്കണ്ടേ? അതിന് പ്രതിഷേധിക്കുന്നവരുടെ പേരിൽ കേസെടുക്കാൻ പാടുണ്ടോ? അവരെ ശാരീരികമായി ഉപദ്രവിക്കാൻ പാടുണ്ടോ? അതിന് എതിരെ പൊരുന്ന നമ്മുടെ MP-മാരെ, അവർ ഒന്നടങ്കമാണ് എല്ലാ MP-മാരും അവിടെ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത്. MP-മാർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് പറയാം ഇത് ഏതാണ്ട് രാഷ്ട്രീയക്കാർ ഏതാണ്ട് ചെയ്യുന്നതാണ് എന്ന്. ആ രീതിയിലാണ് മേജർ രവിയൊക്കെ പറഞ്ഞേക്കുന്നത്. കഷ്ടമാണ് മേജർ രവി ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. തെറ്റാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ല ഒരു കാരണവശാലും. അതിനെ ആക്ഷേപിക്കാൻ പാടില്ല. വിദേശ ഫണ്ട് വന്നാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എവിടെ നിന്നുള്ള വിവരം കൊണ്ടാണ്? എന്തോ വിവരം വെച്ചുകൊണ്ടായി പറയുന്നത്? വിദേശത്ത് ഫണ്ട് വന്നിട്ട് ഇവർക്ക് എന്താ ഉണ്ടാക്കാനുള്ളത്? അവിടെ ഫണ്ടൊന്നുമില്ല. അവിടെ ചെറുപ്പക്കാർ കഷ്ടപ്പെടുകയാണ്. പിള്ളേർ ആ തെരുവിലുണ്ടല്ലോ, ആ പിള്ളേരെ സമരത്തിൽ തീർക്കണം. പാർലമെൻറ്റിലെ നടപടികൾ അത് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് കള്ളനെ മാറ്റി കൊള്ളക്കാരനെ കൊണ്ടുവന്നുള്ള പണികൾ ചെയ്തിട്ട് ഇത് അവസാനിപ്പിക്കാം എന്ന് സർക്കാർ വിചാരിക്കരുത്. തെറ്റാണ്. യുവാക്കളുണ്ടല്ലോ, രംഗത്തിറങ്ങിയാൽ യുവരക്തം മണ്ണിൽ വീണാൽ അതിന് മറുപടി പറയേണ്ടി വരും. അത് ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ ആരംഭമാണിത്
എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇതിൻ്റെ മൂർധന്യാവസ്ഥയല്ല കേന്ദ്ര ഗവൺമെൻറ് തിരിച്ചറിയണം.